ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. നമ്മുടെ ഈ ഒത്തുചേരലും സംസാരവും സമയവിനിയോഗവുമെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം അള്ളാഹു അവതരിപ്പിച്ചതുപോലെ കൂട്ടിച്ചേർക്കലുകളില്ലാതെ വെട്ടിമാറ്റലുകളില്ലാതെ കൃത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് അന്ത്യം വരെയും ജീവിക്കുവാനും അർഹമുർ റഹീമീനായ റബ്ബ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനവധി അനുഗ്രഹങ്ങൾ കനിഞ്ഞരുളിയ പരിശുദ്ധ ഇസ്ലാം അത് സ്വീകരിക്കുവാനും അതിന്റെ വക്താവായി മാറുവാനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് വളച്ചുകെട്ടലുകളില്ലാതെ അവ്യക്തതകളില്ലാതെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിൽ അർപ്പിതമായ ആ ബാധ്യത വളരെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചതുപോലെ ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവതരിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാമിനെ കൃത്യമായി പിൻപറ്റുക എന്ന ബാധ്യതയാണ് അവശേഷിക്കുന്നത്. മിനല്ലാഹി അൽറിസാല വഅല റസൂലി അൽബലാഗ് വഅലൈനാ തസ്ലീം. മുഹമ്മദ് ബിൻ ശിഹാബ് സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു, അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ് ഈ സന്ദേശം അവതീർണമായിട്ടുള്ളത്. വഅല റസൂലിൽ ബലാഗ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ അർപ്പിതമായ രൂപത്തിൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ കൃത്യമായി നമ്മെ അറിയിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്തു. വഅലൈനാ തസ്ലീം, അത് മനസ്സിലാക്കിയ നമ്മൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് അന്വേഷിക്കുകയും ആ അധ്യാപനങ്ങൾക്കനുസൃതമായി സ്വയം കീഴ്പ്പെടുകയുമാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ എന്താണെന്ന് അന്വേഷിക്കുകയും അത് കൃത്യമായി അനുധാവനം ചെയ്യുവാൻ പരിശ്രമിക്കുകയുമാണ് സത്യവിശ്വാസിനികളുമായ മുഅ്മിനീങ്ങൾക്ക് ബാധ്യതയായിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ നിരവധി ആയത്തുകളിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച
ഒട്ടനവധി ഹദീസുകളിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 36-ാമത്തെ വചനം, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. ഈമാനുള്ള ആണാകട്ടെ പെണ്ണാകട്ടെ, മുഅ്മിനാകട്ടെ മുഅ്മിനത്താകട്ടെ, ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറ, അല്ലാഹു അവന്റെ റസൂൽ ഒരു കാര്യം വിധിച്ചാൽ, അല്ലാഹുവിന്റെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ ആയി ഒരു നിർദ്ദേശം ഒരു വിശ്വാസിയുടെ മുമ്പിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുവാനേ പാടില്ല അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. സ്വന്തമായൊരു നിലപാട് ഖുർആനിൽ എങ്ങനെയുണ്ടാകും, ഹദീസിൽ എങ്ങനെയുണ്ടാകും, എന്റെ അഭിപ്രായം എന്റെ നിലപാട് ഇങ്ങനെയാണ് എന്ന് മാറ്റി പറയാൻ ഈമാനുള്ള ഒരാണിനും പെണ്ണിനും പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തീർത്ത് പഠിപ്പിക്കുകയാണ് 33-ാം അധ്യായത്തിലെ 36-ാം വചനത്തിലൂടെ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനമാണ് ശരിയായ ഇസ്ലാമിന്റെ രൂപം. ആ ഇത്തിബാഉർ റസൂൽ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ കണിശമായി പിൻപറ്റുക എന്നതാണ് അതിന്റെ താല്പര്യം. എന്തുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രഖ്യാപനങ്ങൾക്കും ഇല്ലാത്ത പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ വിശ്വാസികൾ കൽപ്പിച്ചു നൽകുന്നത്? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഏതെങ്കിലും മനുഷ്യരെ പോലെ കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല അദ്ദേഹം, മറിച്ച് അല്ലാഹുവിങ്കൽ നിന്ന് വഹയുള്ള പ്രവാചകനാണ്. ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ, ആ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവാചകന്റെ മാതൃകകൾ അല്ലാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ദീനിയായ സന്ദേശങ്ങളാണ്. 53-ാം അധ്യായം സൂറത്തുൻ നജ്മിലെ 3-4 ആയത്തുകൾ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ഉരിയാടുകയില്ല. വിശേഷ മതപരമായ ഒരു കാര്യം സ്വന്തം അഭിപ്രായമനുസരിച്ച് സ്വന്തം താല്പര്യമനുസരിച്ച് സംസാരിക്കുന്ന വ്യക്തിയല്ല മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, മറിച്ച് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ദിവ്യബോധനമാണ്, വഹിയാകുന്നു അത്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതും പഠിപ്പിച്ചതും യാതൊരുവിധ ഏറ്റക്കുറച്ചിലുകളില്ലാതെ വ്യത്യാസങ്ങൾ വരുത്താതെ തന്നിഷ്ടത്തിനനുസരിച്ച് ചിലത് സ്വീകരിക്കുകയും മറ്റു ചിലത് തള്ളിക്കളയുകയും ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എന്താണ്, സുന്നത്ത് എന്താണ്, ഹദീസുകൾ എന്താണ് എന്നുകൂടി പരിഗണിച്ച് ജീവിതത്തിന്റെ ശൈലിയും ആദർശവും സ്വീകരിക്കുവാനാണ് വിശ്വാസികളായ ഞാനും നിങ്ങളും കടപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. സന്മാർഗം വ്യക്തമായതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിന് എതിരായ ആരെങ്കിലും സഞ്ചരിച്ചാൽ, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, യഥാർത്ഥ വിശ്വാസികളായ സ്വഹാബത്തിന്റെയും സലഫ് സാലിഹീങ്ങളുടെയും മാർഗം അവഗണിച്ചുകൊണ്ട് അതല്ലാത്ത വഴിയാരെങ്കിലും പിൻപറ്റുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ, അവർ തിരിഞ്ഞു പോകുന്ന വഴിക്ക് നാം അവരെ തിരിച്ചുവിടും. ഹിദായത്തിന്റെ സന്മാർഗത്തിലൂടെ നടന്നു നീങ്ങുവാനുള്ള സൗഭാഗ്യം അത്തരക്കാർക്ക് അല്ലാഹു നൽകിയിട്ടില്ല. വനുസ്ലിഹി ജഹന്നം, നരകമാകുന്ന ജഹന്നമിൽ നാം അവരെ കത്തിയെരിപ്പിക്കും, അവരെ പ്രവേശിപ്പിക്കും. വസഅത് മസീറ, അത് എത്രമാത്രം മോശമായ മടക്കസ്ഥാനം സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ ആയത്തുകളും ഹദീസുകളെല്ലാം മനസ്സിലാക്കിയ ഇമാമിങ്ങൾ പഠിപ്പിച്ചു, ഏതെല്ലാം വിഷയത്തിലും എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും നമ്മൾ അന്വേഷിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് ഒരു വിഷയത്തിൽ ബോധ്യമായാൽ, സ്വന്തം വാപ്പ അതിനെതിരായിരുന്നാലും, പ്രസവിക്കുകയും പോറ്റി വളർത്തുകയും ചെയ്ത സ്വന്തം ഉമ്മ അതിനെതിരായിരുന്നാലും, ആദർശത്തിന്റെ വിഷയത്തിൽ മാതാപിതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രമാണത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ഉണർത്താത്ത ഒരൊറ്റ ഇമാമികളും കഴിഞ്ഞു പോയിട്ടില്ല എന്നതാണ് വസ്തുത. ഇമാം നവവി
നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശർഹു സുന്നയിൽ ശർഹു മുസ്ലിമിൽ ഇമാം മുസ്ലിമിന്റെ സ്വഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ച സ്വഹീഹ് മുസ്ലിമിന്റെ ആ വിശദീകരണത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്, ഇദാ തബത്തത്തി സുന്നതു ലാ തുതറക് ലിതർകി ബഅദി നാസ് ഔ അക്സരിഹിം ഔ കുല്ലിഹിം ലഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അധ്യാപനങ്ങൾ സുന്നത്ത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരമാണ് പഠിപ്പിച്ചത് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ, ലാ തുതറക് ലിതർകി ബഅദി നാസ്, ചില ആളുകളൊന്നും അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ആ സുന്നത്ത് കൈയൊഴിക്കുവാൻ പാടുള്ളതല്ല. ഔ അക്സരിഹിം ഔ കുല്ലിഹിം ലഹാ, നിങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഭൂരിഭാഗം ആളുകളും ആ സുന്നത്തിനെ കൈയൊഴിക്കുന്നവരായിരുന്നാലും ആ സുന്നത്തിനെ അവഗണിക്കുന്നവരായിരുന്നാലും നമ്മുടെ മുമ്പിൽ സ്ഥിരപ്പെട്ട ഒരു സുന്നത്ത് കൈയൊഴിക്കുവാൻ അതൊന്നും നിമിത്തമായി കൂടാ എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാമിയങ്ങൾ, ഇമാം നവവിയെ പോലെയുള്ള ഇമാമിയങ്ങൾ വിശദീകരിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം നവവി ആ ഹദീസ് വിശദീകരിക്കുന്നത്, ആ വിശദീകരണം നൽകുന്നത് ശവ്വാലിലെ 6 നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. കാരണം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് എടുത്തുദ്ധരിക്കുമ്പോൾ റമദാനിലെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ശവ്വാലിൽ നിന്ന് 6 ദിവസം ആരെങ്കിലും നോമ്പെടുക്കുകയും ചെയ്താൽ കാലം മുഴുക്കെ അയാൾ നോമ്പെടുത്തവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്. ഇമാം മാലിക് ഇബ്നു അനസ് അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ പണ്ഡിതനാണ്, മദീനയിലെ പ്രഗൽഭ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന വ്യക്തി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് സ്വഹീഹായ അദ്ദേഹത്തിന് കിട്ടാത്തതുകൊണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിൽ ശവ്വാലിലെ 6 നോമ്പ് സുന്നത്തില്ല. ഇമാം നവവി ആകട്ടെ ഇമാം മാലിക്കിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതിന് വിരുദ്ധമായി ഞാൻ എന്ത് പറയുമെന്ന് വിചാരിച്ച് മുൻനിർത്തിക്കുകയല്ല ചെയ്തത്. തെളിവുകളിലൂടെ കാര്യം ബോധ്യപ്പെട്ടപ്പോൾ അത് ഉറക്കെ വിളിച്ചു പറയുവാൻ ധൈര്യം കാട്ടിയ ഇമാം നവവിയെ പോലെയുള്ള ആളുകളോട് ഇന്ന് നമ്മുടെ പ്രബോധകന്മാരും പ്രവർത്തകന്മാരും നേരിടുന്നത് പോലെ, അഭിമുഖീകരിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായി. നിങ്ങൾക്കാണോ കാലം തെളിഞ്ഞത്, കാര്യങ്ങൾ മനസ്സിലാക്കിയത്? ഇമാം മാലിക് വളരെ പ്രഗൽഭനായ പണ്ഡിതൻ, അദ്ദേഹത്തിന് എന്തേ ഹദീസ് മനസ്സിലായില്ലേ? ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം നൽകുകയായിരുന്നു ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തത്. അഥവാ ഈ കാലഘട്ടത്തിലും സ്വഹീഹായ ഹദീസുകൾ എടുത്തുദ്ധരിക്കുമ്പോൾ ഇപ്പോൾ ചെറിയ കുറെ ചെറുപ്പക്കാർ ഇറങ്ങിയിരിക്കുന്നു. ഹദീസിന്റെ ആളുകളെന്ന് പറഞ്ഞു കൊഞ്ഞനം കുത്തുമ്പോൾ, അതിന് പരിഹസിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇമാമിയങ്ങൾ സഞ്ചരിച്ച പാതയിലാണ് നമ്മൾ ഉള്ളത്. സലഫു സാലിഹീങ്ങളുടെ ശരിയായ പാതയിൽ ഇമാമിയങ്ങൾ പഠിപ്പിച്ചു. പ്രമാണത്തിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ അത് ആരെല്ലാം എതിർത്താലും, ഏതെല്ലാം കാലഘട്ടത്തിൽ അതിനെ കൈയൊഴിച്ച ആളുകൾ ഉണ്ടായാലും അവരുടെ വലിപ്പവും അവരുടെ മഹത്വവും ഒന്നും പറഞ്ഞ് ആ പ്രമാണത്തെ തള്ളുവാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് പഠിച്ചറിയുകയും പിൻപറ്റുകയുമാണ് ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്ത് എല്ലാവരും സ്വർഗ്ഗത്തിൽ കടക്കും, ഇല്ലാ മൻ അബാ, സ്വർഗ്ഗത്തിൽ പോകേണ്ടതില്ല എന്ന് വിസമ്മതിച്ച് മാറി നിന്ന ആളുകൾ ഒഴികെ എല്ലാവരും സ്വർഗ്ഗത്തിൽ കടക്കും. ഇത് കേട്ട സ്വഹാബികൾ അത്ഭുതത്തോടു കൂടി ചോദിച്ചു. കാരണം സ്വർഗ്ഗത്തിൽ ഒന്ന് പ്രവേശിക്കാൻ, സ്വർഗ്ഗത്തിൽ ഒരിടം കിട്ടാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ മാർഗത്തിൽ അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗ്ഗപ്രവേശനം ഉറപ്പാക്കണമെന്നുള്ള നീയത്തോടു കൂടിയാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകേണ്ടതില്ല എന്ന് നനച്ച് മാറി നിൽക്കുന്ന, വിസമ്മതിക്കുന്ന ആളുകളോ? ആരാണ് ആ വിഭാഗം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, മൻ അത്വാഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. എന്റെ ഉത്ബോധനങ്ങളും അധ്യാപനങ്ങളും നിർദ്ദേശങ്ങളും കണ്ട് അതിനെ വഴിപ്പെട്ട് അനുസരിച്ച് ആ സുന്നത്ത് പിൻപറ്റി ആ പ്രവാചകനെ അനുധാവനം ചെയ്ത് ജീവിച്ചോ, അയാൾ സ്വർഗത്തിൽ കടക്കും. സ്വർഗത്തിൽ കടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തികളാണ് അവർ. അതുകൊണ്ട് അവർ സ്വർഗത്തിൽ കടക്കും. എന്നാൽ ആ അധ്യാപനങ്ങൾക്കെതിരിൽ വമൻ അസ്വാനി, എന്നെ ധിക്കരിക്കുകയും എന്നോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്ത ആളുകൾ ആരുണ്ടോ അവർ ഫഖദ് അബാ, സ്വർഗത്തിൽ പോകേണ്ടതില്ല എന്ന് വിസമ്മതിച്ചു മാറുന്ന ആളുകളാണ്. അവർക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മുത്തഫഖുൻ അലൈഹിയായ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും സ്ഥാനം പിടിച്ച പ്രബലമായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും.
സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി അവിടത്തോടൊപ്പം സ്വർഗ്ഗലോകത്തിൽ സംഗമിക്കാൻ സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യണം, പിൻപറ്റണം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ആ 3 പോയിന്റിൽ ഊന്നി നിന്നുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ പിൻപറ്റും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തസ്ദീഖുഹു ബിമാ അഖ്ബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച എല്ലാ കാര്യങ്ങളും ഒന്നുപോലും വിട്ടുകളയാതെ സംശയത്തിന്റെ ലവലേശം തൊട്ടുതീണ്ടാതെ സത്യപ്പെടുത്തി അംഗീകരിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യവും നമ്മുടെ യുക്തിയും ബുദ്ധിയും വെച്ചുകൊണ്ട് അളന്നു മുറിച്ച് അതിൽ സ്വീകരിക്കാവുന്നതും തിരസ്കരിക്കാവുന്നതും അങ്ങനെ വേർതിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുവാൻ പാടില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള യുക്തിയും സംശയവും വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്ന ഒരു രീതിയും പ്രവാചകനിൽ വിശ്വസിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഒരു വിശ്വാസിക്കും ഒരു വിശ്വാസിനിക്കും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ പോയി, മിഅ്റാജ് പോയി, ആ ചരിത്രമൊന്നും ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും ശേഷം മക്കയിൽ വന്ന് പ്രബോധിത സമൂഹത്തെ അഭിമുഖീകരിക്കുമ്പോൾ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. പലതരത്തിലുള്ള ചർച്ചകളും വാഗ്വാദങ്ങളും വിവാദങ്ങളും ഉണ്ടായി. ആ സന്ദർഭത്തിൽ കുറെ ആളുകൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു വെച്ചുകൊണ്ട് ചോദിച്ചു, അല്ലയോ അബൂബക്കർ, താങ്കളുടെ സുഹൃത്ത് മുഹമ്മദ് ഇതുവരെയും പറഞ്ഞ പലതരത്തിലുള്ള ആശയങ്ങളും ആദർശങ്ങളും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ വല്ലാത്ത ഒരു വിഡ്ഢിത്തമാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഥവാ ആഴ്ചകളും മാസങ്ങളും നീണ്ടു നിന്നുകൊണ്ട് മാത്രം നമുക്ക് യാത്ര ചെയ്ത് തിരിച്ചു വരുവാൻ സാധിക്കുന്ന മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്കും ഫലസ്തീനിൽ നിന്ന് 7 ആകാശങ്ങളും ഒക്കെ കയറിപ്പോയി തിരിച്ചു വന്നിരിക്കുന്നു ഒരു രാത്രിയുടെ അല്പസമയത്ത് എന്നാണ് നിന്റെ സഹോദരൻ, നിന്റെ സുഹൃത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കൾ അത് സത്യപ്പെടുത്തുമോ? കാരണം പല ആളുകളെയും ഇത്തരത്തിലുള്ള വസ്വാസുകളിൽ അകപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രായിനെയും മിഅ്റാജിനെയും ചോദ്യം ചെയ്ത് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ആശയപരമായി പ്രയാസപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് കരുതിക്കൂട്ടി അവർ പ്ലാൻ ചെയ്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചതായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ലഇൻ ഖാല ലഖദ് സദഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും 100% സത്യം തന്നെയാണ്. ഞാൻ അതിനേക്കാൾ നിങ്ങൾക്ക് വിദൂരമായി തോന്നുന്ന പലതും അംഗീകരിക്കുന്ന ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും കൂടാതെ എല്ലാ കാര്യവും അംഗീകരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ ജഗന്നിയന്താവായ അല്ലാഹു അവന്റെ അടിമയും ദൂതനുമായ പ്രവാചകനെ അത്ഭുതകരമായ രീതിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ഭുതകരമായി തോന്നുന്ന രൂപത്തിൽ ഒരു രാത്രിയുടെ സമയം കൊണ്ട് ഇസ്രാഉം മിഅ്റാജും ഒക്കെ ചെയ്യിച്ച് തിരിച്ചു കൊണ്ടുവരിക എന്നത് ഒരിക്കലും പ്രയാസമുള്ള കാര്യമല്ല. അഥവാ ആ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ അവരെ വിചാരിച്ചതുപോലെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഈമാൻ മനസ്സിൽ രൂഢമൂലമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമേ പറയുള്ളൂ എന്ന് ഉറപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇളക്കി മാറ്റാൻ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് സാധിച്ചില്ല എന്ന വസ്തുത നമുക്ക് പാഠമാകേണ്ടതുണ്ട്, നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്നൊരു പ്രത്യേകമായ അപരനാമം കൂടി നൽകിക്കൊണ്ട് ആദരിച്ചത്. എന്തു പറഞ്ഞാലും അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതെല്ലാം സത്യപ്പെടുത്തി അംഗീകരിക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതേപോലെ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന ആശയങ്ങളും ഹദീസുകളും കേൾക്കുമ്പോൾ ഹദീസുകളെ അപഹസിക്കുകയും ഹദീസ് ക്രോഡീകരിച്ച പണ്ഡിതന്മാർക്കെതിരെ ഉറഞ്ഞു തുള്ളുകയും ചെയ്യുന്ന ആളുകൾക്ക് സലഫി ആദർശത്തിന്റെ ഭൂമികയിൽ സ്ഥാനമില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചില ആളുകൾ പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രശ്നങ്ങളാണ്. എന്താണ് കാരണം? ഇവിടെ QLS ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. മടവൂർ വിഭാഗവും മുജാഹിദ് ആദർശമുള്ള
സലഫി പ്രവർത്തകരും എല്ലാവരും ഒരുമിച്ച് നീങ്ങിയപ്പോൾ QLSA ഉണ്ടായിരുന്നു, ഖുർആൻ ലേണിംഗ് സ്കൂൾ. അതിനിടയിൽ ഒരു കയറി കൂടിയതാണ് സർവ്വ പ്രശ്നത്തിനും കാരണം എന്ന് പറഞ്ഞ ആളുകൾ നമ്മുടെ ഇടയിലുണ്ടായി. അതാണ് പ്രശ്നത്തിന്റെ കാരണം. കൂടിയതല്ല പ്രശ്നം. ആ നെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ആളുകൾ കൾ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനും ഹദീസും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ ഹദീസ് എന്ന പദത്തെ സൂചിപ്പിക്കുന്ന അതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കണ്ടെത്തുന്ന ആളുകൾ, ആ രീതിയിൽ ഗവേഷണം നടത്തുന്ന ആളുകൾ വാസ്തവത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെയും സലഫി ആദർശത്തിന്റെയും വ്യതിരിക്തതകൾ മനസ്സിലാക്കാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ദജ്ജാലിനെ സംബന്ധിച്ച് പറയുന്ന ഹദീസുകൾ കേട്ടാൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനിയും തിരിച്ചു വരുമെന്നുള്ള ഹദീസ് അത് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളുക സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് യാഥാർത്ഥ്യമാണ്. വളരെ പ്രബലമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ച സ്വഹീഹായ ഹദീസുകളാണെങ്കിലും ഇത്തരക്കാർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ മനസ്സിൽ ഒരു തരം രോഗമാണുള്ളത്. ഈമാനിന്റെ മാധുര്യം അവർക്ക് നുകരുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ വഹിയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന എന്തും ഒന്നുപോലും വെട്ടിമാറ്റാതെ 100% അതിന് കീഴ്പ്പെടുവാൻ ബാധ്യസ്ഥരായ വിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അക്ഷരം പ്രതി അംഗീകരിക്കുകയും പിൻപറ്റുകയും ചെയ്യുമായിരുന്നു. ആ പ്രവാചകന്റെ വാക്കിൽ ഒന്നുപോലും നിഷേധിക്കുകയോ സംശയിക്കുകയോ ചെയ്യാതെ അതിനെ സത്യപ്പെടുത്തുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് യാഥാർത്ഥ്യമാണ്. കണ്ണേറ് ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള പ്രതിവിധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ രാത്രി കാലഘട്ടത്തിൽ സന്ധ്യാസമയത്ത് നിങ്ങൾ ചെറിയ കുട്ടികളെ പുറത്തേക്ക് പറഞ്ഞേക്കരുത്, വാതിലുകൾ നിങ്ങൾ ബിസ്മില്ലാഹ് ചൊല്ലിക്കൊണ്ട് ബന്ധിക്കണം എന്നെല്ലാം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുവാൻ വേണ്ടി ചില ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പുത്രന്മാരായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും കുട്ടികളായിരിക്കെ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന, എന്റെ പേരക്കുട്ടികളായ ഹസനും ഹുസൈനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ നമുക്കെല്ലാവർക്കും മാതൃകയാകുമാറ് പഠിപ്പിച്ചു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തആമ്മ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിൽ ഞാൻ അഭയം തേടുന്നു, നിങ്ങളെ രണ്ടുപേരെയും അല്ലാഹുവിൽ ഞാൻ വരമേൽപ്പിക്കുന്നു, അല്ലാഹുവിൽ ഞാൻ രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന. ഇതേപോലെയുള്ള ഹദീസുകൾ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആധികാരികമായ ഹദീസ് സമാഹാരങ്ങളിൽ തന്നെ സ്ഥാനം പിടിച്ച ഹദീസുകളായിരുന്നാലും അത് ഉൾക്കൊള്ളുവാൻ ചില ആളുകൾക്ക് സാധിക്കുന്നില്ല. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരാണ് ഞങ്ങൾ എന്ന തരക്കാർക്ക് പറയുവാൻ യാതൊരു അവകാശവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യത്തിലും സംശയം തോന്നാതെ സത്യപ്പെടുത്തി അംഗീകരിക്കുക എന്നതാണ് ഇത്തിബാഉർ റസൂൽ എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമേ പറയൂ, അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച യാതൊന്നും സത്യമല്ലാതെയാവുകയില്ല. ആത്യന്തികമായ വിജയം അത് തന്നെയായിരിക്കും. ആ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് പാരായണം ചെയ്യണം. പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പാരായണം ചെയ്യണം. സുന്നത്തായ നമസ്കാരം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നമസ്കരിക്കണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ വീടുകളെ നിങ്ങൾ കബറിടങ്ങൾ പോലെ ആക്കരുത്. കബറിന്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യലും നമസ്കാരം നിർവഹിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. കബറിന്മേൽ കെട്ടിയുണ്ടാക്കിയ പള്ളികളിൽ പോലും ആരാധനകൾ നിർവഹിക്കുവാൻ പാടില്ല എന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ മതവിധി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി പഠിപ്പിച്ചു. നിങ്ങൾ സൂറത്തുൽ ബഖറ വീട്ടിൽ പാരായണം ചെയ്യണം. കാരണം ഏതൊരു വീട്ടിൽ പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുമോ ആ വീട്ടിൽ നിന്ന് പിശാച് വിരളിയെടുത്തുകൊണ്ട് ഓടിപ്പോകും എന്നുള്ള ആയത്തുകളും ആ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് നിങ്ങൾ പ്രഭാതത്തിലും അതേപോലെ തന്നെ പ്രദോഷത്തിലും അള്ളാഹുവിൽ അഭയം തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് നിങ്ങൾക്കൊരു രക്ഷാ കവചമായി
വർദ്ധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം തങ്ങളുടെ പരിമിതമായ ബുദ്ധിക്കും ഞങ്ങളുടെ പരിമിതമായ അറിവിനും യുക്തിക്കും ബുദ്ധിക്കും അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന രീതിയിൽ അതിന്റെ അപ്പുറത്തുള്ള എല്ലാറ്റിനെയും നിഷേധിക്കുവാൻ തയ്യാറാകുന്ന ആളുകൾക്ക് ഇതേപോലെയുള്ള ഹദീസുകൾ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. അതേപോലെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം മനസ്സിലാക്കുവാൻ വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം നെഞ്ചിലേറ്റിയിട്ടുള്ള തൗഹീദിന്റെ മഹത്വവും ശിർക്കിന്റെ ഗൗരവവും മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ സഹോദരന്മാരോടും ഒരു പ്രത്യേകമായ വ്യക്തി വൈരാഗ്യവും വിഭാഗീയതയും കൂടാതെ ചിന്തിക്കുവാൻ ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശിർക്കിന്റെ ഗൗരവം നമുക്കറിയാം. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ശിർക്കില്ലാത്ത ശിർക്കായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരാളെ സംബന്ധിച്ച് ശിർക്കാണ് എന്ന് നിങ്ങൾ ധരിച്ചുകൊണ്ട് അയാൾ ശിർക്കായ ആശയം പേറിയിട്ടില്ലെങ്കിൽ അയാൾ ശിർക്കിന്റെ പിന്നാലെ പോയി അയാൾ മുശ്രിക്കായി എന്നൊരു വാദം, ഒരാരോപണം ഒരു വ്യക്തിയുടെ പേരിൽ നിങ്ങൾ ആരോപിച്ചാൽ ആ പറയുന്ന വ്യക്തി മുശ്രിക്കായി തീരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഏതെങ്കിലും ഒരു പ്രബോധകൻ, ആരുടെയും പേരും അഡ്രസ്സും ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, അവർക്ക് ജിന്നുകളോട് വിളിച്ചു തേടാം എന്നൊരു വാദമുണ്ട് എന്ന് പറഞ്ഞവർ തന്നെ മാറ്റി പറയുന്ന ക്ലിപ്പുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റു പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അതിന്റെ പിന്നാലെ കൂടി നടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ സത്യമാണ് എന്ന് മനസ്സിലാക്കി ആ പ്രവാചകനെ സത്യപ്പെടുത്തി അംഗീകരിക്കുന്ന വിശ്വാസികൾ ഒരിക്കലും അതിന്റെ പിന്നാലെ പോകുവാൻ പാടില്ല. കാരണം നമ്മുടെ അടുത്ത എല്ലാ സൽക്കർമ്മങ്ങളും, നമ്മുടെ നമസ്കാരവും, നമ്മുടെ നോമ്പും, നമ്മുടെ ഹജ്ജും, നമ്മുടെ സക്കാത്തും എന്ന് വേണ്ട നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അതിലൂടെ നിഷ്ഫലമായി പോകും. കാരണം ശിർക്കില്ലാത്ത ഒരാളെ സംബന്ധിച്ച്, ശിർക്കൻ വിശ്വാസമില്ലാത്ത, ശിർക്കൻ ആദർശമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ശിർക്കൻ വാദമുണ്ട്, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടാൻ, ജിന്നുകളോട് സഹായം തേടാൻ അയാൾക്ക് വാദമുണ്ട്, അങ്ങനെയുള്ള ഒരു വാദക്കാരനാണ് അയാൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അങ്ങനെ ഒരു വാദമില്ലാത്തിടത്തോളം അത് പറഞ്ഞു നടന്നതിന്റെ പേരിൽ നമ്മൾ മുശ്രിക്കുകളായി മാറുന്ന, ആ ശിർക്ക് നമ്മിലേക്ക് തിരിച്ചു വരുന്ന, നമ്മുടെ സകല സൽക്കർമ്മങ്ങളെയും നശിപ്പിച്ചു കളയുന്ന ഗുരുതരമായ ഒരു സംഗതിയായിരിക്കും അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹ് മുസ്ലിമിന്റെ, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന വിഷയത്തിൽ ഒന്നാമത്തെ പോയിന്റായി ഞാൻ വിശദീകരിച്ചത് തസ്ദീഖുഹു ബിമാ അഖ്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ കാര്യവും ഒന്നുപോലും ഒഴിവാക്കാതെ, ഒന്നിൽ പോലും എന്തെങ്കിലും സംശയങ്ങൾ തോന്നാതെ 100% സത്യപ്പെടുത്തി അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഏത് വിഷയമായിരുന്നാലും അത് തന്നെയും ഇനിയും ധാരാളം വിശദീകരിക്കുവാനുണ്ട്. ഞാൻ ആ മേഖലകളിലേക്ക് പോകുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസാണ് എന്ന് നമുക്ക് ബോധ്യമായാൽ അതിൽ പറയുന്ന എല്ലാ കാര്യവും, അത് ജിന്ന് ശരീരത്തിൽ കൂടുമെന്നുള്ള വിഷയമാകട്ടെ, ജിന്നിനെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ സാധിക്കുമെന്നുള്ള വിഷയമാകട്ടെ, ഏത് വിഷയത്തിലും അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ആ കാര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന സ്വഹീഹായ ഹദീസുകളിൽ ഒന്നുപോലും സംശയിക്കാതെ, വിമർശിക്കാതെ, നിഷേധിക്കാതെ സത്യപ്പെടുത്തി അംഗീകരിക്കുക എന്നതാണ് ഇത്തിബാഉർ റസൂലിന്റെ ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ കാര്യം ത്വാഅതുഹു ഫീമാ അമർ വജ്തിനാബു മാ നഹാ അൻഹു വസജർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, കൽപ്പിച്ച, ഉപദേശിച്ച ധാരാളം അധ്യാപനങ്ങൾ ഉണ്ടാകും. ആ കാര്യങ്ങളെയെല്ലാം അനുസരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളിൽ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണത്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുവാൻ, അതല്ലെങ്കിൽ നിഷേധിക്കുവാൻ, അതിനെതിരെ പരിഹസിക്കുവാനും കളിയാക്കുവാനും ആക്ഷേപിക്കുവാനും മുതിർന്നുകൂടാ. കാരണം സുന്നത്തായ ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ നിർബന്ധ രൂപത്തിൽ കൽപ്പിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും അത് ചെയ്തില്ല എങ്കിൽ ചെയ്തില്ല എന്നൊരു ശിക്ഷ മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യത്തെ അവഹേളിക്കുകയും പരിഹസിക്കുകയും
പരിഹസിക്കുകയും ചെയ്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ പ്രവാചകന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ചര്യയെ പുച്ഛിക്കുകയോ കളിയാക്കുകയോ ചെയ്താൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അയാൾ എന്നേക്കുമായി പുറന്തള്ളപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഹുനൈൻ യുദ്ധത്തിൽ, തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വഹാബികൾ പോയി. ചരിത്രം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ കൂട്ടത്തിൽ ചില ആളുകൾ, കപടവിശ്വാസികളായ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും നോക്കിക്കൊണ്ട് ചില വർത്തമാനങ്ങൾ പറഞ്ഞു. അഥവാ പേടിത്തൊണ്ടന്മാരായ ആളുകൾ, ഉദരപൂരണത്തിന്റെ കാര്യത്തിൽ കാര്യമായി ശ്രദ്ധിക്കുന്ന ആളുകൾ, ശത്രുക്കളെ നാളെ രണാങ്കണത്തിൽ നേരിടേണ്ടി വരുമ്പോൾ പേടിത്തൊണ്ടന്മാരായി ഓടിപ്പോകുന്ന യാഥാർത്ഥ്യം നമുക്ക് കാണുവാൻ സാധിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും ഉദ്ദേശിച്ചുകൊണ്ട് ചില കപടവിശ്വാസികൾ പറഞ്ഞ വാക്കുകൾ സ്വഹാബികളിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഓടിച്ചെന്ന് വിവരമറിയിച്ചപ്പോൾ ആ സ്വഹാബി തന്നെ വിശദീകരിക്കുന്നു. ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഞങ്ങൾ പോയി ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധരിപ്പിച്ചതാണോ ആദ്യം സംഭവിച്ചത്, അതല്ല അല്ലാഹു ആയത്തിറക്കിയതാണോ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 65, 66 ആയത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചതാണോ ആദ്യം സംഭവിച്ചത് എന്നറിയുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. അത്രക്ക് പെട്ടെന്ന് അല്ലാഹു അത്തരം അല്ലാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങളെ അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടിയെടുത്തു, ഇടപെട്ടു എന്നാണ് ചരിത്രവും അതേപോലെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുച്ഛിക്കുന്നതിന് തുല്യമാണ്, നിഷേധിക്കുന്നതിന് തുല്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ, ഹദീസുകളെ, സുന്നത്തുകളെ അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. അത് പറഞ്ഞപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾ കാര്യഗൗരവമായി പറഞ്ഞതല്ല, ഞങ്ങളൊരു തമാശ പറഞ്ഞതാണ്, കാര്യമാക്കാതെ ഗൗരവത്തിലെടുക്കാതെ നേരം പോക്കിന് വേണ്ടി, ടൈം പാസിന് വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അതിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞത്, ലാ തഅ്തദിറു, നിങ്ങൾക്ക് യാതൊരു എക്സ്ക്യൂസുമില്ല, ഒരു ഒഴിവ് കഴിവും നിങ്ങൾ പറയേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, സത്യവിശ്വാസം നിങ്ങൾ സ്വീകരിച്ചതിന് ശേഷം കുഫ്റിന്റെ വാക്കുകൾ പറഞ്ഞ് ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയിട്ടുണ്ട്, കാഫിരീങ്ങളായി പോയിട്ടുണ്ട് എന്ന് 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 65, 66 ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവിന്റെ റസൂലായി അംഗീകരിക്കുന്ന നമ്മൾ ആ പ്രവാചകനെ ഇത്തിബാ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്ന് തിരിച്ചറിയുകയും ഇത്തിബാ ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തവരാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളായി ധാരാളം നിർദ്ദേശങ്ങൾ ഹദീസുകളിലൂടെ വന്നിട്ടുണ്ട്. അവയെല്ലാം അംഗീകരിക്കുവാനും അനുസരിക്കുവാനും തയ്യാറാകണം. ത്വാഅതുഹു ഫീമാ അമർ വജ്തിനാബു മാ നഹാ അൻഹു വസജർ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന് ുണ്ടാകും. അങ്ങനെ പാടില്ല, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ആയിക്കൂടാ എന്നിങ്ങനെ ധാരാളം വിലക്കുകളും ആ പ്രവാചക അധ്യാപനങ്ങളിൽ കാണുവാൻ സാധിക്കും. ചെയ്യാൻ പറഞ്ഞത് ചെയ്തുകൊണ്ട് ചെയ്യരുത് എന്ന് വിരോധിച്ചത് ചെയ്യാതെ മാറി നിൽക്കുവാൻ നമ്മൾ തയ്യാറായാൽ പ്രവാചകന്റെ അധ്യാപനങ്ങളെ പിൻപറ്റിയ മുത്തബിഉർ റസൂൽ, മുത്തബിഉസ് സുന്ന എന്ന വിശേഷണത്തിൽ നമ്മൾ അർഹരാകുമെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 31-ാമത്തെ ആയത്തിലൂടെ, ഞാൻ ആമുഖമായി ഒതുക്കേൽപ്പിച്ച ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഖുൽ, പറയൂ പ്രവാചകരെ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ, അല്ലാഹുവിനോട് നിങ്ങൾക്ക് മഹബ്ബത്തുണ്ടെങ്കിൽ, ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ എന്നെ പിൻപറ്റുക, എങ്കിൽ അല്ലാഹു നിങ്ങളെയും സ്നേഹിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ട് എങ്കിൽ, അല്ലാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് വാക്കുകളിലൂടെയല്ല, വികാര പ്രകടനത്തിലൂടെയല്ല, മറിച്ച് ജീവിതത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പിൻപറ്റിക്കൊണ്ടായിരിക്കണം. ഈ ആയത്ത് വിശദീകരിച്ച് ഒട്ടുമിക്ക മുഫസ്സിരീങ്ങളും പറഞ്ഞു, ഈ ആയത്തിനെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പേരിട്ട് വിളിച്ചത് ആയത്തുൽ ഇംതിഹാൻ അല്ലെങ്കിൽ ആയത്തുൽ ഇഖ്തിബാർ എന്ന രീതിയിലാണ്. അഥവാ ഒരു പരീക്ഷണത്തിന്റെ ഒരു മാനദണ്ഡമായി അല്ലാഹു നിശ്ചയിച്ച വചനം എന്ന രീതിയിൽ. അല്ലാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് ആളുകൾ ഇവിടെ വാദിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി
വസല്ലമയോട് സ്നേഹമുണ്ട് എന്ന് പല ആളുകളും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ വാദവും ആ അവകാശവാദവും യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രയോഗവൽക്കരിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ആ വാദഗതിയുടെ സത്യതയും യാഥാർത്ഥ്യബോധവും നമ്മൾ അളന്നു മുറിക്കേണ്ടത്, കൃത്യമായി വിച്ഛേദിച്ച് മനസ്സിലാക്കേണ്ടത് ഈ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വിശദീകരിച്ചവരാണ് മുഫസ്സിരീങ്ങൾ. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര കണ്ട് ഇത്തിബാ ചെയ്യുന്നു, പ്രവാചകന്റെ കൽപ്പനകൾ എത്ര കണ്ട് അനുസരിക്കുന്നു, പ്രവാചകന്റെ വിലക്കുകൾ കണ്ടിട്ടും അതിനെ വകവെക്കാതെ അതിൽ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ ആ ഹറാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പ്രവാചകനോട് സ്നേഹമുണ്ട്, അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വാദം അംഗീകരിക്കുവാൻ നിവർത്തിയില്ല. അവർ കപടവാദമാണ്, കപടാശയമാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആ ആയത്തിന്റെ വിശദീകരണത്തിൽ വിശദീകരിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൽപ്പിച്ച കാര്യങ്ങൾ അത് അറിയുവാനും അനുസരിക്കുവാനും നമ്മൾ തയ്യാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് പറഞ്ഞ് വിലക്കിയ കാര്യങ്ങൾ അത് ഒഴിവാക്കി നിർത്തുവാൻ, ജീവിതത്തിലേക്ക് കടന്നു വരാതെ സൂക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും പിൻപറ്റുകയും ചെയ്ത യഥാർത്ഥ വിശ്വാസികൾ നമുക്ക് ഉൾപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീടും വാഹനവും സ്ഥാപനവും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളുമെല്ലാം പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് ആഭാസകരമായ റിംഗ്ടോണുകളും അതേപോലെ തന്നെ സംഗീതത്തിലെ മ്യൂസിക്കിന്റെ അകമ്പടിയുമാണെങ്കിൽ, അടിച്ചുപൊളിയുടെ രാഗങ്ങളുമാണെങ്കിൽ നമ്മൾ തിരിച്ചറിയണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ വിഷയത്തിൽ അംഗീകരിക്കുവാനും അനുസരിക്കുവാനും അത്തരം കാര്യങ്ങൾ ശീലമാക്കിയിട്ടുള്ള ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിശാചിന്റെ രാഗമാണ് മസാമിഉ ശൈത്താൻ, പിശാചിന്റെ രാഗമാണ് സംഗീതം, മ്യൂസിക്. അതുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന ചില ആളുകളെ താക്കീത് ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അവസാന കാലഘട്ടത്തിൽ ചില ആളുകൾ കടന്നു വരും എന്റെ സമുദായത്തിൽ, എന്റെ ഉമ്മത്തിൽ. അവരുടെ പ്രത്യേകതയായി ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, യസ്തഹില്ലൂന അൽ-ഹിറാ വൽ ഹരീറ വൽ മആസിഫ്, വാദ്യോപകരണങ്ങളെ അനുവദനീയമായി കാണും അവർ, പട്ടുവസ്ത്രം അനുവദനീയമായി അവർ കാണും, വ്യഭിചാരത്തെയും മദ്യപാനത്തെയും അതിൻ്റെതല്ലാത്ത പേരുകൾ വിളിച്ചുകൊണ്ട് അനുവദനീയമായി കാണുന്ന ആളുകൾ യാതൊരു വിശദീകരണവും നൽകേണ്ടതില്ലാത്ത വിധം ആധുനിക കാലഘട്ടത്തിലെ സംഭവങ്ങൾ നമുക്ക് ആ കാര്യത്തിൽ വ്യക്തമായ വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ പാടില്ല എന്നാണ്. ഈ ആയത്തിനെയും ഹദീസുകളെയും മനസ്സിലാക്കുമ്പോൾ ഇമാം നമ്മുടെ കഴിഞ്ഞ കാല പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മഹാനായ അമാനി മൗലവിയുടെ തഫ്സീറെങ്കിലും നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണമെന്ന്, ഇതിനെ വിമർശിക്കുന്ന, ഇതിനെ കളിയാക്കുന്ന, ഇത് ഗൾഫ് സലഫിസം ഇറക്കുമതി ചെയ്യുന്നതാണ്, ഒരു അഞ്ചാം മദ്ഹബ് കടത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ് എന്നെല്ലാം പറയുന്ന ആളുകൾ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ ലഹുവൽ ഹദീസ് എന്ന് പറയുന്ന ഭാഗം, ആദ്യ ഭാഗത്ത് തന്നെ നമ്മുടെ അമാനി മൗലവി ആ തഫ്സീറിൽ മലയാളത്തിലുള്ള പ്രസിദ്ധമായ എല്ലാവരാലും അംഗീകാരവും പ്രശംസയും നേടുവാൻ സാധിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉജ്ജ്വലമായ ഒരു സ്ഥാനം നൽകുന്ന ആ പരിഭാഷയെങ്കിലും തഫ്സീറെങ്കിലും പരിശോധിച്ചു നോക്കണം. മാനി മൗലവി വളരെ വ്യക്തമായത് വിശദീകരിക്കുന്നുണ്ട്. മനസ്സിൽ കാപട്യം ഉണ്ടാക്കുന്ന, നമ്മുടെ മനസ്സിനെ കടുത്തതാക്കി തീർക്കുന്ന, കാപട്യം വളർത്തിക്കൊണ്ടുവരുന്ന നിഫാഖിന്റെ വിത്തുകൾ വിതറുന്ന സംഗീതത്തിൽ നമ്മൾ കൈപിടിക്കണമെന്ന് ഇപ്പോൾ പറയുമ്പോൾ ചില ആളുകൾക്ക് അത് പിടിക്കുന്നില്ല. അത് ഏതോ പുതിയ ആശയങ്ങൾ കടത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ് എന്നതിന് വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പഠിച്ചറിഞ്ഞ് അത് പിൻപറ്റുവാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ തെളിവുണ്ടോ, ഹദീസുണ്ടോ, സഹീഹാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതേപോലെ തന്നെ നെരിയാണിക്ക് താഴെ പുരുഷന്മാർ വസ്ത്രം ധരിക്കുക എന്നത്, പാൻസ് ആയിരുന്നാലും ഉടുക്കുന്ന തുണിയായിരുന്നാലും നെരിയാണിക്ക് താഴെ ഇറങ്ങുക എന്നത് അതിശക്തമായ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. വമാ അസ്ഫല മിനൽ ഇസാരി അനിൽ കഅബൈൻ, ഇസാർ ഉടുതുണിയുടെ വസ്ത്രം അത് നെരിയാണിക്ക് താഴെ ഇറങ്ങുകയാണെങ്കിൽ ഫഹുവ ഫിന്നാർ, അത് നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ നിലത്തൂടെ വസ്ത്രം വലിച്ചെടുക്കുന്ന പുരുഷന്മാർ, നിലത്തുകൂടെ അവരുടെ പാൻസ് വലിച്ചെടുക്കുന്ന പുരുഷന്മാർ, നെരിയാണി
മുഴങ്കാലയ്ക്ക് താഴെ വസ്ത്രം ഇറക്കി കൊടുക്കുന്ന ആളുകൾ, അത് അവരുടെ നരകത്തിലേക്കുള്ള പോക്കായിരിക്കുമെന്ന് സ്വഹീഹായ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുമ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇസ്റത്തുൽ മുഅ്മിനി ഇലാ അൻസാഫി സാഖിഹി, വിശ്വാസികളായ പുരുഷന്മാരുടെ വസ്ത്രം അത് മുഴങ്കാലിന്റെ പകുതി വരെയുമാണ് വരേണ്ടത്. അത് പോയാൽ അതിന്റെ മാക്സിമം പരമാവധി നെരിയാണി വരെയും ആകാമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അതിൽ വളച്ചുകെട്ടലുകളില്ലാതെ ഏറ്റക്കുറച്ചിലുകളില്ലാതെ കൃത്യമായി പ്രബോധകന്മാരും പണ്ഡിതന്മാരും പറഞ്ഞു കൊടുക്കുവാൻ തയ്യാറായപ്പോൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, MBBS പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ, സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ അത് ഞാൻ സ്വീകരിക്കേണ്ടതുണ്ട്, അത് ഞാൻ പിൻപറ്റേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും തയ്യാറായപ്പോൾ ചില മൗലവിമാർക്ക് അത് ദഹിച്ചില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം അറബി കോളേജുകളിൽ പഠിച്ച് വർഷങ്ങളോളം ഖുത്ബകൾ നടത്തി പ്രബോധനം നടത്തിയിട്ടും ആ ആശയവും ഈമാനും സ്വീകരിക്കുവാനും അതനുസരിച്ച് രൂപം മാറുവാനും സാധിക്കാതെ വന്നപ്പോൾ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ പഠിച്ചറിഞ്ഞ് അത് സ്വീകരിക്കുന്ന ചെറുപ്പക്കാരെ നോക്കിക്കൊണ്ട് ചില ആളുകൾ ഇപ്പോൾ അനുഷ്ഠാന തീവ്രതയിലാണ് എന്ന് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് മതപരമായി അവർ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് പരിധി വിട്ടു പോവുകയും മതത്തിൽ ഉലൂവിന്റെ ആളുകളായി മാറുകയാണ് ചെയ്തത് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത അവസ്ഥാവിശേഷം കേരളക്കരയിൽ ഉണ്ടായ കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനും ശ്രമിക്കേണ്ടതിന് പകരം അതിനെ സ്വീകരിക്കുകയും പിൻപറ്റുകയും ചെയ്ത ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം അത് മതത്തിൽ തീവ്രത കാണിക്കലാണ്, അനുഷ്ഠാന തീവ്രത, മതത്തിന്റെ പരിധിവിടൽ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ നിരുത്സാഹപ്പെടുത്തുന്ന അവസ്ഥാവിശേഷത്തിൽ വാസ്തവത്തിൽ അതിനെ തിരുത്തി വായിക്കേണ്ടത് മതപരമായ താല്പര്യവും ഈമാനികമായ ആവേശവും മതപരമായ കണിശതയും കൃത്യതയും അത് ഉൾക്കൊണ്ട ആളുകളെ തഖ്വയുടെ മാർഗമായി കാണുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും നന്മയിൽ പ്രേരിപ്പിക്കുവാനുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് കൽപ്പനകൾ വന്നാലും അത് കേവലം വിവാദങ്ങളായി മാറിയ ഇത്തരം കാര്യങ്ങളിൽ മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകളിൽ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത് മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കാസ്നിമത്തിൽ ബഖ്തിൽ മായില. ചില സ്ത്രീകൾ അവസാന കാലഘട്ടത്തിൽ വരാനിരിക്കുന്നു. അവർ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വസ്ത്രത്തിന്റെ ധർമ്മം അവരുടെ വസ്ത്രത്തിലൂടെ നേടുവാൻ സാധിച്ചിട്ടില്ല. വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും അവർ വിവസ്ത്രകളാണ്. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത് മായിലാത്തുൻ മുമീലാത്ത്, ചാഞ്ഞും ചെരിഞ്ഞും മറ്റുള്ള പുരുഷന്മാരിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ ശൈലികളും അതേപോലെ തന്നെ ഗോഷ്ഠികളും കാണിക്കുന്ന സ്ത്രീകൾ. നടന്നു നീങ്ങുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയായിരിക്കും അവരുടെ ശിരസ്സുകൾ, തലകൾ. മുടികൾ കെട്ടിവെച്ച് ആളുകൾക്കിടയിൽ സൗന്ദര്യ പ്രകടനം നടത്തിക്കൊണ്ട് പോകുന്ന സ്ത്രീകളെ നോക്കിയാൽ ഈ കാലഘട്ടത്തിൽ കാണുന്ന യുവതികളുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോക്കിക്കൊണ്ട് വിശദീകരിച്ചതുപോലെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ വസ്ത്രത്തിൻ്റെതായ ധർമ്മം നിറവേറ്റുന്നില്ല. വസ്ത്രം ധരിച്ചതുകൊണ്ട് മറയേണ്ട ഭാഗങ്ങൾ മറഞ്ഞിട്ടില്ല. ആ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന ആളുകൾ ഇസ്ലാമികമായ വസ്ത്രധാരണ രീതി പോലും പർദ്ദയും അതേപോലെ ഹിജാബും മഫ്തയുമെല്ലാം അതിന്റെ സുന്ദരമായ രൂപങ്ങളെല്ലാം മാറ്റി ഷെയ്പ്പ് വെച്ച് ശരീരത്തിന്റെ നിമ്നോന്നതികൾ ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ ആഭാസകരമായി വസ്ത്രം ധരിക്കുന്ന സഹോദരിമാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞത്, ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദന റീഹഹാ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ അത്തരം സഹോദരിമാർക്ക് സാധിക്കുകയില്ല. വലാ യജിദന റീഹഹാ, ആ സ്വർഗ്ഗത്തിന്റെ പരിമളം വിദൂരത്തേക്ക് അടിച്ചു വീശുന്നുണ്ടാകും. ആ സുഗന്ധം പോലും ആസ്വദിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളും വിലക്കുകളുമായി വിധിവിലക്കുകൾ വരുമ്പോൾ അത് ഖുർആനിൽ വന്നതല്ലല്ലോ, ഹദീസിലൂടെ പഠിപ്പിച്ച കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുവാൻ പാടില്ല. പ്രവാചകനെ പിൻപറ്റുന്ന ആളുകളാണെങ്കിൽ ത്വാഅതുഹു ഫീമാ അമർ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് ചെയ്യുകയും വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ അത് വലതു കൈ കൊണ്ടാകണം. ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും പിശാചായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടും അത് സ്വീകരിക്കുവാൻ സാധിക്കാത്ത, ആ ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പുരുഷന്മാർ അവരുടെ താടി നീട്ടി വളർത്തണമെന്നതാണ്. പക്ഷേ ആധുനികതയുടെ പേരിൽ, ഫാഷന്റെ പേരിൽ, ഭാര്യമാർക്ക് ഇഷ്ടമില്ല എന്നതിന്റെ പേരിൽ, കൂട്ടുകാർക്ക് താല്പര്യമില്ല എന്നതിന്റെ പേരിൽ അത് ഒഴിവാക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്ത യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം ഏറെ വിവാദമാവുകയും ആളുകൾ പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് ഹദീസിനെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്തൊരു ഹദീസ്, സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള ആധികാരികമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്ന വളരെ പ്രബലമായ ഒരു ഹദീസ്, പല്ലിയെ കൊല്ലുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. അത് പറഞ്ഞപ്പോ പല ആളുകൾക്കും വല്ലാത്ത പല്ലിപ്രേമമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ചെറിയ തമാടിയാണ്, അധർമ്മകാരിയാണ് പല്ലികൾ. വീട്ടിൽ നിങ്ങൾ പല്ലികളെ കണ്ടാൽ അതിനെ തല്ലിക്കൊല്ലുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്ന ഹദീസുകൾ കണ്ടപ്പോ, ഓ മിണ്ടാപ്രാണിയായ, ദുരുപദ്രവകാരിയായ ഒരു ജീവിയെ കൊല്ലുവാൻ പ്രവാചകൻ കൽപ്പിക്കുമോ? പ്രവാചകൻ എന്ത് കൽപ്പിക്കും, എന്ത് വിരോധിക്കുമെന്നുള്ളത് ഇദ്ദേഹത്തോട് ചോദിച്ചിട്ടായിരിക്കും പ്രവാചകൻ അത് ചെയ്യുക എന്നതുപോലെ പ്രവാചകൻ അങ്ങനെ പറയില്ല എന്ന രീതിയിൽ ധിക്കാരത്തോടുകൂടി നിഷേധിക്കുന്ന ആളുകൾ. വേറെ ചില ആളുകൾക്ക് വന്യജീവികളോട് സ്നേഹം തോന്നുന്നു, പ്രവാചകന്റെ അധ്യാപനങ്ങളോട് വിരോധം തോന്നുന്നു. സഹോദര സഹോദരി, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹറം പ്രദേശത്തും ഹറമിന്റെ പുറത്തും നിങ്ങൾ കണ്ടാൽ കൊന്നുകളയുവാൻ നിർദ്ദേശിച്ച, ജീവികളെ കൊല്ലുവാൻ പാടില്ല എന്ന് വിലക്കിയ, ഹറമിന്റെ ഉള്ളിൽ പോലും കണ്ടാൽ കൊന്നുകളയുവാൻ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ 6ഓളം ജീവികളെ നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ കാണുവാൻ സാധിക്കും. അതിൽ ആർക്കാണ് വിഷമവും പ്രയാസവും തോന്നുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാമ്പിനെ കൊല്ലുവാൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ നായയെ കൊല്ലുവാൻ പറഞ്ഞിട്ടുണ്ട്, പല്ലിയെ കൊല്ലുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് സ്വഹീഹാണ് എന്ന് വന്നാൽ, സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ആ ഹദീസ് ഉണ്ട് എന്ന് വന്നാൽ, ആ രീതിയിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കേണ്ടതിന് പകരം തള്ളുവാനും പരിഹസിക്കുവാനും ചില ആളുകൾ മുതിരുമ്പോൾ മറ്റു ആളുകൾ ശ്രമിക്കുന്നത് അത് ഏതോ കാലഘട്ടത്തിൽ ഏതോ നാട്ടിലുള്ള ഏതോ പ്രത്യേകതരം പല്ലികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വ്യാഖ്യാനിച്ച് നിഷേധിക്കുന്ന രീതി, അതൊരിക്കലും വിശ്വാസികൾക്ക് ചേർന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യം നമ്മുടെ യുക്തിക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ബുദ്ധി അതിന് പാകപ്പെട്ടിട്ടില്ലെങ്കിൽ, ആ യുക്തിയെയും ആബ്ദിയെയും സംശയിക്കുക എന്നല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച ഹദീസുകളെയും അധ്യാപനങ്ങളെയും നിഷേധിക്കുവാനും പരിഹസിക്കുവാനും നമ്മൾ മെനക്കെട്ടാൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് നമ്മൾ അറിയാതെ പുറത്തു പോകുമെന്നുള്ള യാഥാർത്ഥ്യം സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയാണോ ഇമാം മാലിക് ബിൻ അനസ് അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹിയാണോ പറഞ്ഞത് എന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ഏതായിരുന്നാലും ഇമാമിയങ്ങൾ പഠിപ്പിച്ചൊരു വാചകം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിന്റെ പക്കൽ നിന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി ഇറങ്ങിയ സന്ദേശങ്ങളെ ഏതാനും ചില താർക്കികന്മാരും ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകളും വരുന്നതിനനുസരിച്ച് കോട്ടിമാട്ടുവാനും മാറ്റിത്തിരുത്തുവാനും നമ്മൾ തയ്യാറായാൽ എന്തായിരിക്കും സഹോദരങ്ങളെ ദീനിന്റെ അവസ്ഥയുണ്ടാവുക? ഇന്നൊരാൾ വന്നുകൊണ്ട് ഒരു യുക്തിവാദം പ്രസംഗിക്കുന്നു, നാളെ അതിന് യുക്തിരാഹിത്യം ചില ആളുകൾക്ക് ബോധ്യപ്പെടും. അപ്പോഴേക്കും പല ആളുകളും ആ പിഴച്ചാദർശം സ്വീകരിച്ച് അത് മതമായി ആചരിച്ച് മരിച്ചു പോയിട്ടുണ്ടാകും. മറ്റന്നാൾ വേറെ ചില ആളുകൾ വന്നുകൊണ്ട് ഈ യുക്തിവിരുദ്ധമായ ആശയത്തെ വീണ്ടും തിരുത്തുകയും മാറ്റിത്തിരുത്തുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ തനതായ രൂപം എന്നേക്കുമായി കാലഹരണപ്പെട്ടു പോകുന്ന, തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഹിയിന്റെ അടിസ്ഥാനത്തിലുള്ള ദീൻ, അത് പ്രമാണങ്ങൾ എന്ത് പറയുന്നു എന്നന്വേഷിച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രയോഗവൽക്കരിക്കുവാനും
തയ്യാറാകണം. മൂന്നാമത്തെ ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന വിശ്വാസികളാണെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ഞാൻ സ്വീകരിക്കും, അത് സത്യസന്ധമാണ് എന്ന് ഉറപ്പിക്കുന്ന ആളുകളാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടില്ലാത്തൊരു കാര്യവും ആരാധനയായി ഇബാദത്തായി മതം അംഗീകരിച്ച കാര്യമായി ആചരിക്കുവാൻ, അതിലൂടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ പാടുള്ളതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത ഒരു കാര്യവും നമ്മൾ അനുഷ്ഠിക്കുവാൻ പാടുള്ളതല്ല. ഒരു ആശയവും ആദർശമായി നമ്മൾ സ്വീകരിക്കുവാൻ പാടുള്ളതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ശരിയായ പാത, അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു വര വരച്ചുകൊണ്ട് ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. അതിന്റെ ഇടത്തേക്കും വലത്തേക്കുമായി ധാരാളം വഴികൾ വരച്ചുകൊണ്ട്, വരകൾ വരച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി സുബുൽ, ഇതാണ് പിഴച്ച വഴികൾ, മാർഗങ്ങൾ. ആ ഓരോ വഴികളിലും പിശാചുക്കൾ ഇരിക്കുന്നുണ്ട്. പിശാച് ആ മാർഗത്തിലേക്ക്, ലലാലത്തിന്റെ വഴികളിലേക്ക് ആളെ കൂട്ടുവാൻ, അതിലേക്ക് ചെടിച്ചു കൊണ്ടുപോകുവാൻ, നരകത്തിലേക്ക് എത്തിക്കുവാൻ ആ വഴികളൊന്നും പിൻപറ്റാതെ ഞാൻ സഞ്ചരിച്ച നേരായ മാർഗത്തിലൂടെ പോകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സുന്നത്ത് കണിശമായി പിൻപറ്റുന്നത് പോലെ തന്നെ ബിദ്അത്തുകൾ കടന്നു വരാതെ നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ബിദ്അത്തുകൾ എന്ന് പറയുമ്പോൾ വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും എല്ലാം ഉണ്ടാകും. വിശ്വാസപരമായ മേഖലകളിൽ ബിദ്അത്തുകൾ കടന്നു വരാതെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, സലഫുസ് സാലിഹീങ്ങൾ മതമായി അംഗീകരിക്കുകയും ആചരിക്കുകയും ചെയ്തത്, ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആദർശങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടത്. നബിദിനം അത് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ആഘോഷിക്കുമ്പോൾ, ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു കൂട്ടപ്രാർത്ഥന നടത്തിയാൽ എന്താണ് തരക്കേട് എന്ന് ആളുകൾ ചോദിക്കുമ്പോ നമുക്ക് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ടോ? സ്വഹാബത്തുകൾ അങ്ങനെ ആചരിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ആളുകൾ ഏതുമെല്ലാം ബിദ്അത്തുകൾ ചെയ്യുമ്പോഴും അതിനെയെല്ലാം നന്മയുടെ പരിവേഷം നൽകി അവതരിപ്പിക്കുമ്പോൾ ആളുകൾക്ക് പറയാനുള്ളത്, എന്തേ യാസീനല്ലേ ഓതിക്കൂടെ? ദിക്റല്ലേ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റല്ലേ ചൊല്ലിക്കൂടെ? ഇങ്ങനെ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ നന്മയുടെ പരിവേഷം നൽകുമ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി നൽകിയ ഒരു വാചകം നമ്മളെല്ലാവരും കാണാതെ പഠിക്കേണ്ട ഒരു വാചകമാണത്. ആരെങ്കിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാതെ ഒരു ആചാരം കടത്തിക്കൂട്ടി ഒരാശയം കൊണ്ടുവന്നിട്ട് അത് നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യത്തിൽ ഖിയാനത്ത് കാണിച്ചു, വഞ്ചന കാണിച്ചു എന്നാണ് അയാൾ ആ വാദത്തിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നന്മ ഏതാണ് എന്ന് കാണിച്ചു കൊടുക്കുവാനും ആ നന്മയിലേക്ക് കൈപിടിച്ച് നയിക്കുവാനുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു പറഞ്ഞയച്ചത്. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ 12 ഒരു പ്രത്യേകമായ അന്നദാനവും ഒരു ആഘോഷവും മതപരമായ സംഗതിയാണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. മഹാന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊന്തിച്ച് അവിടെ നേർച്ചയും ഉറൂസുകളും സംഘടിപ്പിക്കൽ നന്മയുടെ കാര്യമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണമായിരുന്നു. അതേപോലെ തന്നെ നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയും ഏതൊരു കാര്യവും കർമ്മപരമായ മേഖലകളിൽ പരിശോധിച്ചാൽ ഇതേപോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന 100 അനാചാരങ്ങൾ പ്രവാചകൻ ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും നല്ലതല്ലേ ആരെങ്കിലും പറയുന്നുവെങ്കിൽ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അയാൾ പ്രഖ്യാപിക്കുന്നത്. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത് 5-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 3-ാമത്തെ ആയത്തിലൂടെ, ഇന്നേ ദിവസം പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിങ്ങൾക്ക് നാം പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്, മതമായി തൃപ്തിപ്പെട്ട് ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് അംഗീകരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയാണ് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകുൻ യൗമ മദീന, അന്നേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും ദീനായി പരിചയമില്ലാത്തൊരു കാര്യവും ഇന്ന് ഒരു കാലഘട്ടത്തിലും ഒരു ദേശത്തും ഒരു നാട്ടുകാർക്കും ഒരു
ഭാഷക്കാർക്കും മതമായി തീരുവാൻ പാടുള്ളതല്ല എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഏറെ പ്രസക്തമാണ്. അതുകൊണ്ട് വിശ്വാസപരമായ കാര്യങ്ങളിലായിരുന്നാലും ഏത് തരത്തിലുള്ള ആശയങ്ങളുടെ കാര്യത്തിലായിരുന്നാലും നമ്മൾ ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്, സ്വഹാബത്ത് ആചരിച്ചത് എന്താണ്. റുഖിയ ശർഇയ്യ എന്ന വിഷയം നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യമായതുകൊണ്ട് അതുകൂടി ഞാൻ ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസായ പ്രവാചകന് മാത്രമാണ് ജിന്ന് കൂടിയ ആളുകളെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ വഹിയില്ലാത്ത ഒരാൾക്കത് തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നതിലൂടെ പ്രവാചകനല്ലാത്ത ആർക്കും റുഖിയ ശർഇയ്യ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ബിദ്അയ്യായ പുത്തൻ ചിന്താഗതി മുജാഹിദ് പ്രവർത്തകരുടെ ഇടയിലേക്ക് കടത്തിക്കൊണ്ടുവരുവാൻ ചില ആളുകൾ ബോധപൂർവം ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളം ഹദീസുകൾക്ക് വിരുദ്ധമായ ഒരു പുത്തനാശയമാണത് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവാചകൻ പഠിപ്പിച്ചത് വഹിയുള്ള ആളുകൾക്ക് മാത്രമല്ല, വഹിയില്ലാത്ത സ്വഹാബികൾ അത് മനസ്സിലാക്കുകയും പിശാചാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തിരുത്താതെ അംഗീകരിച്ച സംഭവമുണ്ട്. സ്വന്തമായി റുഖിയ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് എന്താണ് റുഖിയ എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ടാകും. അഥവാ പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനകളും ദിക്റുകളും രോഗിയുടെ മുമ്പിൽ ഉരുവിട്ടുകൊണ്ട് ആ രോഗിയുടെ ശരീരത്തിൽ ഊതുകയും തടവുകയും ചെയ്യുന്ന ഇസ്ലാം അംഗീകരിച്ച ചികിത്സാ രീതി അത് പ്രവാചകന് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്ന അവതരിപ്പിക്കുന്ന ആശയം ബിദ്അത്തിന്റെ ആശയമാണ്, പിഴച്ച ആശയമാണ്. മറിച്ച് ഹദീസുകൾ പരിശോധിച്ചാൽ സ്വന്തം നമുക്ക് ചെയ്യാനുള്ള ധാരാളം തെളിവുകൾ കാണുവാൻ സാധിക്കും. സ്വന്തം ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക്, കഴിവുള്ള ആൾക്ക് ചെയ്തു കൊടുക്കുവാൻ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, എന്റെ സമയം അധികരിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുറെ കാര്യങ്ങളിലേക്കുള്ള ഏതാനും ചില സൂചനകൾ നൽകുവാൻ മാത്രമേ എന്റെ സംസാരം കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന പ്രവാചകന്റെ പ്രവാചകത്വത്തിൽ സംശയമില്ലാത്ത വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് പോയിന്റാണ് പ്രധാനമായും ഞാൻ ഊന്നിയത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച എല്ലാ കാര്യവും സ്വഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട എല്ലാ സംഗതികളും നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും എത്തിപ്പെടുവാൻ സാധിക്കുന്നില്ല എന്നതിന്റെ പേരിൽ നിഷേധിക്കുവാനോ അവഹേളിക്കുവാനോ അതിനെ വിമർശിക്കുവാനോ പാടുന്നതല്ല. മറിച്ചെല്ലാം സത്യപ്പെടുത്തി അംഗീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ധാരാളം കൽപ്പനകളും ധാരാളം വിലക്കുകളും കാണുവാൻ സാധിക്കും. കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുവാനും പാടില്ല എന്ന് പറഞ്ഞ് വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച രൂപത്തിൽ മാത്രമായിരിക്കണം അല്ലാഹു തആലാക്ക് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ബിദ്അത്തുകൾ കടന്നു വരാതെ ഇത്തിബായിലൂടെ സുന്നത്തനുസരിച്ച് പ്രവാചകനെ പിൻപറ്റി അല്ലാഹു ഇബാദത്ത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. സർവശക്തനായ അല്ലാഹു പരിശുദ്ധ ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അത് മറ്റുള്ളവരിലേക്ക് ശരിയായ രൂപത്തിൽ പകർന്നുകൊടുക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മുർ റഹീമീനായ റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ലോകമായ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെ സമ്മേളിക്കുവാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങളെല്ലാവർക്കും അർഹമുർ റഹീമീനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു